ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എൻമെറ്റിൻ മേരി ജോസ്. ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, LIC സ്മാർട്ട് പെൻഷൻ. അപ്പോൾ അതിൽ ഞാൻ സിംഗിൾ ലൈഫിൻ്റെ ആണ് പെൻഷൻ എമൗണ്ട് പറഞ്ഞിരുന്നത്. ജോയിൻറ്റ് ലൈഫിൻ്റെ പെൻഷൻ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ എക്സാമ്പിൾ സഹിതം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈഫിൻ്റെ എക്സാമ്പിളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. ആ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർ അത് കാണുക. ഇത് ജോയിൻറ്റ് ലൈഫ്, അതായത് ഹസ്ബൻഡ് വൈഫിന് ഒരുമിച്ച് രണ്ടുപേർക്കും പെൻഷൻ കിട്ടാവുന്ന രീതിയിൽ, ഒരു പോളിസിയിൽ തന്നെ രണ്ടുപേരെയും ഉൾപ്പെടുത്താവുന്ന രീതിയിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ പെൻഷൻ കിട്ടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. LIC സ്മാർട്ട് പെൻഷൻ ടേബിൾ നമ്പർ 879 ജോയിൻറ്റ് ലൈഫ് പെൻഷൻ ഓപ്ഷൻ വിത്ത് എക്സാമ്പിൾ. ജോയിൻറ്റ് ലൈഫിൽ 7 ഓപ്ഷനിലാണ് നമ്മൾക്ക് പെൻഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് G1, G2, H1, H2, I1, I2, J. ഇതിൻ്റെ കണ്ടീഷൻസൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെൻഷനാണ്. അതുപോലെ 18 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ളവർക്ക്, അതായത് ഓരോ ഓപ്ഷനും ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ്, അതായത് ഈ എക്സാമ്പിളിൽ ഞാൻ പറയുന്നത് ഹസ്ബൻഡിന് ഒരു 60 വയസ്സും വൈഫിന് ഒരു 58 വയസ്സും അങ്ങനെയുള്ള ഒരു കപ്പിളിൻ്റെയാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. ഓരോരുത്തരുടെയും ഏജ് മാറുന്നതിൻ്റെ അനുസരിച്ച് പെൻഷൻ എമൗണ്ടിൽ ചെറിയ വ്യത്യാസം വരും. പിന്നെ ഇതിൽ പെൻഷൻ എമൗണ്ട് നമ്മൾക്ക് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഇയർലിയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒപ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. ഇമ്മീഡിയറ്റ് പെൻഷനാണ്, അതായത് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ മന്ത്ലി മോഡാണ് എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമുക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. ക്വാർട്ടർലി ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് 3 മാസത്തിന് ശേഷം, ഹാഫ് ഇയർലി ആണെങ്കിൽ 6 മാസത്തിന് ശേഷം, ഇയർലി ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ്, അങ്ങനെയാണ് പെൻഷൻ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി അത് ചോദിച്ചിരുന്നു. ടാക്സ് ലയബിലിറ്റി വരുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഈ പെൻഷൻ എമൗണ്ട് നമ്മളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് വേറെ സോഴ്സിൽ നിന്നൊന്നും ഇൻകം ഇല്ല, നമ്മൾക്ക് ഈ പെൻഷൻ എമൗണ്ട് മാത്രമാണ് ഇൻകം ഉള്ളൂ എങ്കിൽ ഇപ്പോഴത്തെ ടാക്സ് റൂൾ അനുസരിച്ച്, അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ടാക്സ് റൂൾ അനുസരിച്ച് 12 ലക്ഷം വരെ കിട്ടുന്ന ഇൻകം ടാക്സ് ഫ്രീ ആണ്. ഒരാൾക്ക് കിട്ടുന്ന എല്ലാ സോഴ്സിൽ നിന്നുമുള്ള, ടാക്സബിൾ സോഴ്സിൽ നിന്നുള്ള എല്ലാ ഇൻകവും കൂടി 12 ലക്ഷം വരെ ഒരു വർഷം ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മന്ത്ലി 1 ലക്ഷം വരെ കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട. അതിൽ കൂടുതൽ വരുവാണെങ്കിൽ, അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഈ പെൻഷൻ എമൗണ്ടിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിൽ നിന്നും കൂടി കിട്ടുന്ന എമൗണ്ട് 12 ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ മാത്രമാണ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ താഴെ ഇൻകം നിൽക്കുന്നവർക്ക് ഇത് ടാക്സ് ഫ്രീ ആണ്. പിന്നെ ഇത് ഈ 12 ലക്ഷം എന്ന് പറയുന്നത് ഈ വർഷമാണ് വന്നത്. ലാസ്റ്റ് ഇയർ അത് 5 ലക്ഷമായിരുന്നു. 5 ലക്ഷം 7.5 വരെ എക്സെപ്റ്റഡ്, ആ രീതിയിൽ. അപ്പോൾ ഓരോ വർഷം ഈ നമ്മൾക്ക് എത്ര വരെയാണ് ടാക്സ് ഫ്രീ എന്നുള്ള ലിമിറ്റ് കൂടിയാണ് വരുന്നത്. അപ്പം ഇപ്പം അത് 12, നെക്സ്റ്റ് ഇയർ മേ ബി അത് 15 ആവാം, 20 ആവാം, അങ്ങനെ കൂടി വരുന്നതിൻ്റെ അനുസരിച്ച്. അപ്പം നമുക്ക് ഇപ്പം ജോയിൻ ചെയ്യുമ്പോൾ അതിൽ ടാക്സബിൾ ലിമിറ്റ് ആയിട്ട് വരും എന്നുള്ളത് നിങ്ങളുടെ ഇൻകത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ LIC നിങ്ങൾക്ക് തരുന്ന പെൻഷൻ എമൗണ്ടിൽ നിന്ന് TDS ഡിഡക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ടാക്സബിൾ ലിമിറ്റിനേലും കൂടുതൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് പറയുന്ന എക്സാമ്പിൾ ഓപ്ഷൻ J ആണ്. ഓപ്ഷൻ J എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേർക്കും പെൻഷന് വേണ്ടിയിട്ട് ഒരു പോളിസി എടുക്കുന്നു. ഇപ്പോൾ ആരാണോ പ്രൈമറി ആന്വിറ്റൻ്റ്, അതായത് ആർക്കാണോ ആദ്യം പെൻഷൻ കിട്ടേണ്ടത് അവരാണ് പ്രൈമറി ആന്വിറ്റൻ്റ്. ഇപ്പോൾ ഹസ്ബൻഡാണ് പ്രൈമറി ആന്വിറ്റൻ്റ് എങ്കിൽ ഹസ്ബൻഡിന് ലൈഫ് ലോങ് കിട്ടുന്ന പെൻഷൻ ഹസ്ബൻഡിൻ്റെ കാലത്തോളം ഹസ്ബൻഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം, അതായത് ഹസ്ബൻഡിൻ്റെ മരണശേഷം വൈഫിന് ആ സെയിം എമൗണ്ട് തന്നെ പെൻഷൻ വൈഫിനും ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്ലസ് വൈഫിൻ്റെയും കാലശേഷം, അതായത് 2 പേരുടെയും കാലശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങളുടെ നോമിനിക്ക് തിരിച്ചു കിട്ടുന്നു.
അപ്പോൾ ഈ നോമിനിക്ക് ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോഴും അതിൽ 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ജെ ഓപ്ഷനിലാണ് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഒരു 1 CR തന്നെയാണ്. 1 crore ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 51,920 രൂപ. ഇനി ക്വാർട്ടർലി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1,57,382 രൂപ. ഇനി ഹാഫ് ഇയർലി ആണെങ്കിൽ 3,18,010 രൂപ. ഇനി ഇയർലി ആണ് പെൻഷൻ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 6,49,000 രൂപ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6.49%. ഇത് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും നിങ്ങൾ രണ്ടുപേരും എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അത്രയും നാൾ ഈ റേറ്റിൽ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനോ ഇല്ലെങ്കിൽ വേറെ റിസഷനോ അങ്ങനത്തെ എന്ത് വന്നാലും നിങ്ങളുടെ ഈ പെൻഷൻ എമൗണ്ടിനെ ബാധിക്കില്ല. ഇതെല്ലാ മാസവും നിങ്ങൾ ഏത് മോഡാണോ ഒപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച്, ഇപ്പോൾ മന്ത്ലി ആണെങ്കിൽ എല്ലാ മാസവും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് കുട്ടികളെല്ലാവരും പുറത്തേക്കാണ് പോകുന്നത്, അവരവിടെയാണ് സെറ്റിൽ ആവുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് വീടുകൾ നോക്കിയാൽ നമുക്കറിയാം ഹസ്ബൻഡ് വൈഫ് വീട്ടിലുണ്ടാവും, ചിലപ്പോൾ ഒരു പട്ടിയും കൂടി ഉണ്ടാവും, ബാക്കി കുട്ടികളെല്ലാം പുറത്ത് ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പം പെൻഷൻ പ്ലാനിനൊക്കെ ഞങ്ങൾ പറയും 2 കുട്ടി ഉണ്ടെങ്കിൽ 3ാമത്തെ ഒരു കുട്ടിയായിട്ട് ഈ പെൻഷൻ പ്ലാനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. എത്ര കുട്ടികളുണ്ടെങ്കിലും അവരെവിടെയൊക്കെ പോയാലും ഈ കുട്ടി നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയും നമ്മൾ. നെക്സ്റ്റ് ഞാൻ പറയുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ G1. G1 എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് ജീവിതകാലം മുഴുവൻ പെൻഷൻ, അതിനുശേഷം വൈഫിന്, അതായത് ഹസ്ബൻഡിൻ്റെ കാലശേഷം വൈഫിന് ഹസ്ബൻഡിന് കിട്ടിയിരുന്ന പെൻഷൻ്റെ പകുതി എമൗണ്ട് 50% വൈഫിന് ജീവിതകാലം മുഴുവൻ. ഇതിൽ 2 പേരുടെയും കാലശേഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആർക്കും തിരിച്ചു കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ സെറ്റിൽഡായി, അവർക്ക് പൈസയ്ക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾക്ക് കൂടിയ റേറ്റിൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കെടുക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ G1ലാണ് നമ്മൾ 1 CR ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് മന്ത്ലി 63,280 രൂപ. ക്വാർട്ടർലി ആണെങ്കിൽ 1,91,817 രൂപ. ഹാഫ് ഇയർലി ആണെങ്കിൽ 3,87,590 രൂപ. ഇനി ഇയർലി ആണെങ്കിൽ 7,91,000 രൂപ. അപ്പോൾ ഇവിടെ വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7.91%. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാലത്തോളം ഹസ്ബൻഡിന് ഈ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിൻ്റെ കാലശേഷം ഹസ്ബൻഡ് എത്രയാണോ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പകുതി വൈഫിന് ലൈഫ് ലോങ് കിട്ടുന്നു. 2 പേരുടെയും കാലശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആർക്കും തിരിച്ചു കിട്ടുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ G2. G2ൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കാലത്തോളം ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുന്നു. ആ സെയിം പെൻഷൻ എമൗണ്ട് തന്നെ വൈഫിൻ്റെ ജീവിതകാലം മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കുന്നു. 2 പേരുടെയും കാലശേഷം നോമിനിക്ക് വേറെ എമൗണ്ട് ഒന്നും തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനിലാണ് നമ്മൾ 1 CR ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് മന്ത്ലി 60,560 രൂപ. ക്വാർട്ടർലി ആണെങ്കിൽ 1,83,572 രൂപ. ഇനി ഹാഫ് ഇയർലി ആണെങ്കിൽ 3,70,930 രൂപ. ഇയർലി ആണെങ്കിൽ 7,57,000 രൂപ. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 7.57. അപ്പോൾ 2 പേർക്കും ഈ എമൗണ്ട് ജീവിതകാലം മുഴുവൻ, ഇപ്പോൾ ഹസ്ബൻഡിനെയോ വൈഫിനെയോ പ്രൈമറി ആനിറ്റൻറ്റ് ആര് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇപ്പോൾ ഈ G1 G2ൽ ചിലർ ചെയ്യാറുള്ള ഓപ്ഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ ജീവൻ അക്ഷയിൽ അങ്ങനെ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. അതായത് 1 crore ഒരാളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം 50 lakh ഹസ്ബൻഡിൻ്റെ പേരിലും 50 lakh വൈഫിൻ്റെ പേരിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 2 പേർക്കും സ്റ്റാർട്ടിങ് മുതലേ ആ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹസ്ബൻഡാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ്റെ ഹാഫ് വൈഫിന് കിട്ടുന്നു. ഇനി വൈഫാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ വൈഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ്റെ ഒരു ഹാഫ് ഹസ്ബൻഡിനും കൂടി കിട്ടുന്നു.
അപ്പോൾ രണ്ടു പേർക്കും ലൈഫ് ലോങ് ആ പെൻഷൻ കിട്ടുന്നു. അവരുടെ കാലശേഷം വേറെ എമൗണ്ട് ആർക്കും തിരിച്ചു കിട്ടുന്നില്ല. ഇങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടാത്ത ഓപ്ഷനിലും ഇപ്പോൾ പോകുന്നുണ്ട്. കാരണം ചിലപ്പോൾ കുട്ടികൾക്ക് ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അവരൊക്കെ സെറ്റിൽഡ് ആയിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില കപ്പിൾസിന് കുട്ടികൾ ഉണ്ടാവില്ല, അപ്പോൾ അല്ലെങ്കിൽ നോമിനി വെക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവരുടെ ജീവിതകാലം കൂടിയ റേറ്റിൽ ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് H1. H1 ഓപ്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ പെൻഷൻ ഈ വർഷം കിട്ടുന്ന പെൻഷൻ എമൗണ്ടിൻ്റെ 3% നെക്സ്റ്റ് ഇയർ ഇൻക്രീസ് ചെയ്യും. ഓരോ വർഷവും 3% വെച്ച് പെൻഷൻ എമൗണ്ടിൻ്റെ 3% വെച്ച് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ജോയിൻറ്റ് ലൈഫിന്, അതായത് ഹസ്ബൻഡിന് അങ്ങനെ 3% ഇൻക്രീസ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഹസ്ബൻഡിൻ്റെ കാലശേഷം ഹസ്ബൻഡിന് എത്രയാണോ ആ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ, ആ പെൻഷൻ എമൗണ്ടിൻ്റെ 50% വൈഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. വൈഫിനും ആ പകുതി എമൗണ്ട് കിട്ടിത്തുടങ്ങിയാലും നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ആ എമൗണ്ടിൻ്റെ 3% വെച്ച് വൈഫിനും ഇൻക്രീസ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഓപ്ഷനിലാണ് നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് മന്ത്ലി ആണെങ്കിൽ 48,240, ക്വാർട്ടർലി ആണെങ്കിൽ 1,46,228, ഇനി ഹാഫ് ഇയർലി ആണെങ്കിൽ 2,95,470, ഇയർലി ആണെങ്കിൽ 6,03,000. അപ്പോൾ വരുമ്പോൾ 6.03% ആണ് ഫസ്റ്റ് ഇയർ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇയർ അത് കൂടും, തേർഡ് ഇയർ അത് കൂടും, അങ്ങനെ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യാനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സെയിം എമൗണ്ട് തന്നെ എല്ലാ വർഷവും കിട്ടിയാൽ, ഇപ്പോൾ ഈ വർഷം നമുക്കൊരു 5 lakh കൊടുത്തിട്ട് കിട്ടുന്ന സാധനങ്ങൾ നെക്സ്റ്റ് ഇയർ അതേ 5 lakh കൊടുത്താൽ നമുക്ക് കിട്ടില്ല. അപ്പം അങ്ങനെ ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യാനും കൂടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് H2 ഓപ്ഷനിലാണെങ്കിൽ ഹസ്ബൻഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഓരോ വർഷവും 6% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിൻ്റെ കാലശേഷം ഹസ്ബൻഡിന് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ എമൗണ്ടിൻ്റെ 50% വൈഫിന് കിട്ടുന്നു. വൈഫിനും കിട്ടിത്തുടങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് വൈഫിന് എത്ര എമൗണ്ടാണോ പെൻഷൻ കിട്ടുന്നത് അതിൻ്റെ 6% വെച്ച് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഓപ്ഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1 CR ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് മന്ത്ലി കിട്ടുന്ന എമൗണ്ട് 40,400, ക്വാർട്ടർലി ആണെങ്കിൽ 1,22,463, ഹാഫ് ഇയർലി ആണെങ്കിൽ 2,47,450, ഇനി ഇയർലി ആണെങ്കിൽ 5,05,000. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5.05%. ഇത് ആദ്യത്തെ വർഷം കിട്ടുന്നത്. നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ആ കിട്ടുന്ന പെൻഷൻ എമൗണ്ടിൻ്റെ 6% വെച്ച് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് I1ൽ നമ്മൾക്ക് സിംഗിൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾക്കൊരു പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ പെൻഷൻ എമൗണ്ട് ഓരോ വർഷവും 3% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലസ് സെക്കൻഡ് ലൈഫിന്, അതായത് ഇപ്പോൾ ഹസ്ബൻഡിന് ആദ്യം 3% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിൻ്റെ കാലശേഷം ഇപ്പോൾ ഹസ്ബൻഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സെയിം എമൗണ്ട് തന്നെ വൈഫിനും കണ്ടിന്യൂ ചെയ്യുന്നു. വൈഫിനും ഓരോ വർഷം കഴിയുന്തോറും ഈ 3% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടു പേർക്കും സെയിം എമൗണ്ട് തന്നെ പെൻഷനും ഓരോ വർഷവും അതായത് പെൻഷൻ എമൗണ്ടിൻ്റെ 3% വെച്ച് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓപ്ഷൻ I1ലാണ് നമ്മൾ പെൻഷൻ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് മന്ത്ലി കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 45,760 രൂപ, ക്വാർട്ടർലി ആണെങ്കിൽ 1,38,710 രൂപ, ഇനി ഹാഫ് ഇയർലി ആണെങ്കിൽ 2,80,280 രൂപ, ഇയർലി ആണെങ്കിൽ 5,72,000 രൂപ. ഇത് ആദ്യത്തെ വർഷം കിട്ടുന്ന പെൻഷൻ എമൗണ്ട്. നെക്സ്റ്റ് ഇയർ ഇതിൻ്റെ 3% കൂടും. അങ്ങനെ ഓരോ വർഷവും ഈ പെൻഷൻ എമൗണ്ടിൻ്റെ 3% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആണ് കിട്ടുന്നത്. വൈഫിനും സെയിം തന്നെ. രണ്ടുപേരുടെയും കാലശേഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നോമിനിക്ക് തിരിച്ച് കിട്ടുന്നില്ല.
നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് I2. ഈ I2 ഓപ്ഷനിൽ ഹസ്ബൻഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ 6% വെച്ച് ഓരോ വർഷവും പെൻഷൻ്റെ 6% ഓരോ വർഷം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഹസ്ബൻഡിൻ്റെ കാലശേഷം ഹസ്ബൻഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സെയിം എമൗണ്ട് വൈഫിനും കിട്ടുന്നു. അതുപോലെ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് വൈഫിനും ഈ 6% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന മന്ത്ലി പെൻഷൻ എമൗണ്ട് ആദ്യത്തെ വർഷം 37,360 രൂപ, ക്വാർട്ടർലി ആണെങ്കിൽ 1,13,248 രൂപ, ഹാഫ് ഇയർലി ആണെങ്കിൽ 2,28,830 രൂപ, ഇയർലി ആണെങ്കിൽ 4,67,000 രൂപ. അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടുന്ന പെൻഷൻ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 4.67%. പക്ഷേ ഓരോ വർഷവും അത് 6% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഹസ്ബൻഡിൻ്റെ കാലശേഷം വൈഫിനും ആ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ G മുതൽ I വരെ, അതായത് G1, G2, H1, H2, I1, I2 ഈ 6 ഓപ്ഷനുകളിലും നമ്മൾക്ക് കൂടിയ റേറ്റിൽ ഇൻട്രസ്റ്റ് കിട്ടുവാനുള്ള ഒരു ഓപ്ഷനാണ്. നെക്സ്റ്റ് വരുന്ന J ഓപ്ഷനിൽ നമ്മൾക്ക് 2 പേർക്കും ലൈഫ് ലോങ് പെൻഷനും ഉണ്ട്, പ്ലസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾ ആരെയാണോ നോമിനി വെക്കുന്നത് അവർക്ക് തിരിച്ചു കിട്ടാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നോമിനി ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ തന്നെ വെക്കണം എന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേരെയും ഈക്വൽ നോമിനി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, 50% വെച്ച് ഓരോരുത്തർക്കും. ഇല്ലെങ്കിൽ 3 മക്കളുണ്ടെന്നുണ്ടെങ്കിൽ 3 പേർക്കും ഇപ്പം 33% വെച്ച് 33 അല്ല, 2 പേർക്ക് 33, ഒരാൾക്ക് 34 വെക്കേണ്ടി വരും. അപ്പോഴാണ് 100 വരുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ആവശ്യം ഏതാണോ, ഇപ്പോൾ കൂടിയ റേറ്റിൽ എനിക്ക് തന്നെ ഇൻട്രസ്റ്റ് കിട്ടണം, എൻ്റെ കാലശേഷം വേറെ ആർക്കും അത് കൊടുക്കേണ്ട ആവശ്യമില്ല, മക്കളെല്ലാം സെറ്റിൽഡായി അവർക്ക് ഈ പൈസ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി കൂടിയ റേറ്റിൽ ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും കൂടിയ റേറ്റിൽ 3%, 6% ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാലശേഷം 50% പെൻഷൻ വൈഫിന്, അങ്ങനെ ഏത് ഓപ്ഷനാണോ നമ്മളുടെ സാഹചര്യം അനുസരിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ഈ റേറ്റ് ലൈഫ് ലോങ് ഗ്യാരണ്ടി ആണ്. അത് നമ്മളുടെ പോളിസി ബോണ്ടിലും അടിച്ചു തരും. പിന്നെ LICയുടെ ഗ്യാരണ്ടി ഉണ്ട്, അതായത് 69 വർഷം കഴിഞ്ഞ LICയുടെ ഗ്യാരണ്ടി ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗ്യാരണ്ടിയും ഉണ്ട് ഇതിൽ. വൺസ് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നോമിനിക്ക് ഓപ്ഷൻ തിരിച്ച് കിട്ടുന്ന ആ ഓപ്ഷനിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു എമർജൻസി വന്ന് ഇതിൽ നിന്ന് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ബാക്കി എമൗണ്ട് തിരിച്ച് കിട്ടാത്ത, അതായത് നോമിനിക്ക് എമൗണ്ട് തിരിച്ച് കിട്ടാത്ത ഓപ്ഷനിലാണെങ്കിൽ ലോണും സറണ്ടറും ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണോ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ